അടുത്ത കാലത്ത് സിനിമാ പ്രേമികളുടെ ഇഷ്ടം ഏറ്റവും കൂടുതൽ അനുഭവിച്ച നായക നടൻ ആരെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ രണ്ടാമതൊന്ന് ചിന്തിക്കാതെ തന്നെ കിട്ടുന്ന ഉത്തരം നിവിൻ പോളി എന്നായിരിക്കും. നിവിൻ അഭിനയിച്ച സിനിമകൾ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വന്നു പോകുന്നുണ്ടായിരുന്നെങ്കിലും അത്ര പെട്ടെന്നൊന്നും ഈ നടനെ എഴുതിത്തള്ളാൻ പ്രേക്ഷകർ കൂട്ടാക്കുന്നില്ല എന്നർത്ഥം. ഫ്ലോപ്പുകൾക്ക് പുറമെ ഫ്ലോപ്പുകളും വന്നു പോയെങ്കിലും ചങ്ങാതി കൂടിയായ വിനീത് ശ്രീനിവാസന്റെ വർഷങ്ങൾക്കു ശേഷം എന്ന സിനിമയിൽ നിവിൻ പോളി താൻ ആരെന്ന് അടിവരയിട്ട് സമർത്ഥിക്കുന്നത് നാം കണ്ടതാണ്. പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസനും നായകന്മാരായി എത്തിയ ചിത്രത്തിൽ അല്പനേരം മാത്രം സ്ക്രീൻ സ്പേസ് കിട്ടിയ നിവിൻ പോളി തകർത്താടുകയായിരുന്നു. അതൊരു വെറും തിരിച്ചുവരവായിരുന്നില്ല. താൻ ആരെന്നും എന്തെന്നും പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടില്ലാത്ത മലയാള സിനിമയ്ക്ക് തന്നെപ്പറ്റി ഒരു സ്റ്റഡി ക്ലാസ് എടുത്തതുപോലെയായിരുന്നു ആ പ്രകടനം. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനെ ബോഡി ഷെയിം ചെയ്തും അല്ലാതെ ദ്രോഹിച്ചും ആർക്കും തടയിടാനാവില്ല എന്ന ഉഗ്രൻ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ആ ചിത്രത്തിൽ നിവിൻ നടത്തിയത്. അന്ന് കൈയടിക്കാൻ തുടങ്ങിയ പ്രേക്ഷകർ ഇപ്പോഴും തരം കിട്ടുമ്പോഴൊക്കെ നിവിൻ പോളി എന്ന നടനെ ചേർത്ത് പിടിക്കുകയാണ്. അഖിൽ സത്യൻ സർവം മായയിൽ നിവിൻ പോളിയെ നായകനാക്കിയതും ഈ പ്രേക്ഷകരെ മുൻനിർത്തി തന്നെ ആയിരിക്കണം. നിവിൻ പോളിയോട് ആളുകൾക്ക് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടെന്നത് വാസ്തവമായ കാര്യമാണ്. ഇന്നത്തെ ഒട്ടുമിക്ക സിനിമകളിൽ കാണുന്ന ത്രില്ലർ സീനുകളോ രക്തച്ചൊരിച്ചിലോ നായകന്റെ അമാനുഷിക പ്രകടനങ്ങളോ ഒന്നുമില്ലാതെ സർവം മായയിൽ നിവിൻ പോളി ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരനായി എത്തിയപ്പോൾ പ്രേക്ഷക ലക്ഷ്യങ്ങൾ ആ കഥാപാത്രത്തെ നെഞ്ചേറ്റി. അതിനു തെളിവാണ് സർവം മായയുടെ കോടിക്കിലുക്കവും വിജയകുതിപ്പും. ഫ്രണ്ട്ലി ഗോസ്റ്റ് എന്ന സങ്കല്പം പൂർണ്ണതയിലെത്തിച്ച ഡെലൂലുവായി വന്ന റിയ ഷിബുവും അജു വർഗീസും ജനാർദ്ദനനും കൂടിയായപ്പോൾ സർവം മായ ഒരു സമ്പൂർണ്ണ നിവിൻ പോളി ചിത്രമായി തിളങ്ങുകയാണ്. നിവിൻ പോളി വെള്ളിത്തിരയ്ക്ക് പകരുന്ന ഫ്രഷ്നെസ് പലവട്ടം നാം കണ്ടതാണ്. ആക്ഷൻ ഹീറോ ബിജുവും തട്ടത്തിൻ മറയത്തും 1983 ഓം ശാന്തി ഓശാനയും പടവെട്ടും പ്രേമവുമൊക്കെ ഈ നടൻ മലയാള സിനിമയ്ക്ക് നൽകിയ സമ്മാനങ്ങളായി തന്നെ കണക്കാക്കണം. ഓരോ ചിത്രവും നിവിൻ എന്ന അഭിനേതാവിന്റെ ചുമലിൽ ശക്തമായി നിന്ന് പ്രേക്ഷക മനസ്സുകളെ ആവാഹിക്കുന്ന കാഴ്ച നാം കണ്ടിട്ടുണ്ട്. കുടുംബ പ്രേക്ഷകർ ഒന്നടങ്കം തിയേറ്ററുകളിൽ എത്തുന്നുവെങ്കിൽ ഉറപ്പിക്കാം നിവിൻ പോളി എന്ന നടന്റെ മാസ്മരികമായ ഒരുതരം ആകർഷണം ആ ചിത്രങ്ങൾക്കുണ്ട് എന്നത്. നിവിൻ പോളി തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നവർ ഓർക്കാതെ പോകുന്ന ഒരു വസ്തുതയുണ്ട്. നിവിൻ പോളി എങ്ങും പോയി മറഞ്ഞില്ല എന്ന വസ്തുത. ഇടയ്ക്ക് വന്നു പോയ ചില ചിത്രങ്ങൾ വിജയങ്ങൾ ആയില്ല എന്നത് സത്യമാണെങ്കിലും നിവിൻ പോളിയിലെ അയൽവീട്ടിലെ പയ്യൻ എന്ന ഇമേജ് നമ്മൾ ഓരോരുത്തരെയും തന്റെ പഴയ ചിത്രങ്ങളിലൂടെ ഇടയ്ക്കിടെയുള്ള ഓർമ്മപ്പെടുത്തലുകളുമായി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ ചിത്രങ്ങളുടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോൾ നിവിൻ പോളിയെ കാണാൻ കുടുംബ സദസ്സുകൾ തയ്യാറാകുന്നത്. സർവം മായയുടെ വിജയം നിവിൻ പോളിയുടെ ആരാധകർക്ക് നൽകിയിരിക്കുന്ന ഊർജം ചെറുതല്ല. ഇനി വരാനിരിക്കുന്ന ചിത്രങ്ങളിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ് നിവിൻ പോളിയുടെ പ്രേക്ഷകർ. നിവിൻ പോളിയെ നായകനാക്കി മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച് അരുൺ വർമ്മ സംവിധാനം ചെയ്യുന്ന ബേബി ഗേൾ എന്ന ചിത്രം ജനുവരി 23 റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചതോടെ ആവേശം വീണ്ടും ഉയരുകയാണ്. ഇമോഷണൽ ത്രില്ലർ ജോണറിൽ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ ഒരു മാസം പോലും തികയാത്ത ഒരു കുഞ്ഞാണ് ബേബി ഗേൾ എന്ന കേന്ദ്ര കഥാപാത്രം. തികഞ്ഞ ഫാമിലി ഡ്രാമ കൂടിയായ ഈ ചിത്രം കുടുംബ പ്രേക്ഷകർ വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ബേബി ഗേൾ എന്ന സിനിമയുടെ മറ്റൊരു സവിശേഷത ശ്രദ്ധേയരായ ബോബി സഞ്ജയ് രചന നിർവഹിക്കുന്നു എന്നതാണ്. നിവിൻ പോളിയും ബോബി സഞ്ജയ് കൂട്ടുകെട്ടും കൂടിയാകുമ്പോൾ ചിത്രത്തിന് മേലുള്ള പ്രതീക്ഷകൾ വർദ്ധിക്കുകയാണ്. വൻ വിജയം നേടി പ്രദർശനം തുടരുന്ന സർവം മായ എന്ന ചിത്രത്തിന് ശേഷം നിവിൻ പോളി നായകനായി എത്തുന്ന ചിത്രമെന്ന നിലയിലും ബേബി ഗേളിന്റെ പ്രസക്തി ഏറെ വലുതാണ്. ഇത് കൂടാതെ മലയാളത്തിലും തമിഴിലുമായി ഒരുങ്ങുന്ന നിവിൻ ചിത്രങ്ങൾ നിരവധിയാണ്. നിവിൻ പോളിയുടെ സാന്നിധ്യം വെള്ളിത്തിരയ്ക്ക് നൽകാൻ പോകുന്ന മാസ്മരികത കുറച്ചു കാണാനാവാത്ത ഒരു കാലം കൂടിയാകും വരും ദിനങ്ങൾ. ഏവരും ഉറ്റുനോക്കുന്ന നിവിൻ പോളി അല്ലെങ്കിലും പൊളിയല്ലേ?